അപ്പോൾ ഇതാണ് ഗൈസ്, ഇന്ന് നമ്മളെ വത്സലാമ്മ അത്തത്തിന് പൂവിട്ട ഒരു സംഗതി. ഏതൊക്കെ വീട്ടിൽ പൂവിട്ടണോ, ഏതൊക്കെ ആൾക്കാർക്ക് ഇപ്രാവശ്യം ഓണുണ്ട് എന്നുള്ള കാര്യങ്ങൾ വീഡിയോൻ്റെ ഇടയിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ചാനലിലെ പുതിയ വീടുകളാർക്കും സ്വാഗതം ഗൈസ്. എല്ലാവരും സുഖമായിട്ടിരിക്കല്ല, ഞങ്ങളും സുഖമായിട്ട്. ഞാൻ പൊട്ടനല്ല, ഞാൻ പറഞ്ഞ വെച്ചാൽ ഞാൻ വെച്ച് വരാനല്ലേ ഗൈസ്. അത് ഈ ഡാവനിപ്പം ഞങ്ങൾ ഇന്നപ്പോൾ അവിടെ ഇങ്ങനെ ഉമ്മച്ചാണ്. അച്ഛ അടിക്കണോ? അടിക്കണോ? അച്ഛ ഇടി കൊടുക്കണോ? 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 അച്ഛ കൊടുക്കട്ടെ? ഇടി കൊടുക്കട്ടെ? ഗൈസ് എല്ലാരും എന്ത് പറയണോ, സുഖമായിട്ടിരിക്കല്ലേ? ഞങ്ങളും സുഖമായിട്ടിരിക്കുകയാണ്. ഡ്രസ്സിന്റെ 2-3 കാര്യം പറയാണ്ട്, പിന്നെ പൊന്നൂസിന് 2-3 കാര്യം പറയാണ്ട്. അതുകൊണ്ടായിട്ട് മാത്രം അതെ, അപ്പൊ അത് മാത്രം ഒന്ന് പറയാൻ വേണ്ടി വന്നാണ്, വേറെ ഒന്നുമല്ല. മറ്റേ ഗൈസ്, നമ്മള് ഡ്രസ്സിന്റെ വീഡിയോ ഇപ്പോൾ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ എൻ്റെ ഇൻസ്റ്റാഗ്രാമത്തെ നമ്പർ എടുത്തിട്ട് കുറെ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ പിന്നെയും പറയട്ടെ, ആ നമ്പർ ഞങ്ങൾ ആരുമില്ല യൂസ് ചെയ്യുന്നത്, അത് വേറെ ഒരുത്തനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അയക്കും മെസ്സേജ് ഒരു കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റേ നമ്മളെ ഡ്രസ്സിന്റെ സംഗതി കഴിഞ്ഞു, ഡ്രസ്സ് കഴിഞ്ഞു. ഞാൻ പാട്ടുണ്ടായിരുന്നു, വീഡിയോ ഇട്ട് അപ്പം തന്നെ ഇവിടെ ആൾക്കാർ വരും. കുറച്ച് ഡ്രസ്സുള്ളൂ അതിൽ എന്തൊക്കെയുള്ളത്. പിന്നെ ഇന്നലെ 2 പേര് വന്നിട്ട് എന്നറിയോ, വീഡിയോ ഇടുമ്പോ തന്നെ ആൾക്കാര് റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഇത് വരാനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഇനി അടുത്ത ഡ്രസ്സ് കൊണ്ടുവരുമ്പോ അപ്പൊ ഞാൻ എന്തായാലും വീഡിയോ ഇടാം. അപ്പൊ മാക്സിമം വരണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ വീഡിയോ കണ്ട ഉടനെ തന്നെ നമ്മളടുത്തേക്ക് വരിക. ഇനി അപ്പൊ നമ്മളെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഓക്കെ, അപ്പൊ ഡ്രസ്സ് കിട്ടുന്ന വരെയൊക്കെയും നമ്മളിന്ന് ഫോളോ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല. അപ്പോ നമുക്ക് ഡ്രസ്സ് കൊടുക്കുക എന്നൊക്കെ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നമുക്ക് അതുകൊണ്ട് പ്രശ്നങ്ങളോ അറിയാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിൽ എത്രത്തോളം ആൾക്കാർക്ക് ഡ്രസ്സ് ഇല്ലാത്തവരുണ്ട്. കാരണം നമുക്ക് വരുന്ന ഓരോ മെസ്സേജുകളിലൂടെ അതെ അതെ അതെ. ഇപ്പൊ അതൊക്കെ അവിടുന്ന് വെയിൽ ഉദിക്കുന്നതാണ്. അപ്പോ മെസ്സേജ് വരുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇനി ഡ്രസ്സ് വരുമ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഇടാം. മാക്സിമം നിങ്ങൾ പരമാവധി ഇവിടെ വന്ന് കളക്ട് ചെയ്യാച്ചാൽ അതായിരിക്കും നല്ലത്. അപ്പൊ എന്തായാലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്ന് രാവിലെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അത്താണ്. അപ്പൊ അത്തത്തിന് ഇങ്ങനെ പൂ ഇടുന്ന സംഗതി അമ്മ ഷോർട്സ് ഇന്ന് രാവിലെ ഞാൻ ഷോർട്സ് ഇടുന്നു. അപ്പൊ അമ്മ അത് ചെരുപ്പിട്ടിട്ട് ആ പൂ ഇട്ടു. അപ്പൊ അതിൽ കുറെ പേര് കമന്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ അത് അമ്മ അറിയാം, അമ്മ ശ്രദ്ധിക്കാതെ ഇട്ടാണ്. പക്ഷെ വയസ്സായില്ലേ, അതിനൊക്കെ ഇങ്ങനെ കുറ്റം കണ്ടുപിടിച്ചാലോ നിങ്ങള്. അപ്പൊ അത് അങ്ങനെ ഇട്ടാണ് ഇത് വൈനല്ലേ. അപ്പൊ അത് അതുകൊണ്ടാണ്. പ്രശ്നങ്ങൾ അമ്മയ്ക്ക് ഓർമ്മയില്ല, ചിലപ്പോ ചെയ്തോണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് അമ്മ അത് അറിയാണ്ട് ഇട്ടാണ്. അത്രേ ഉള്ളൂ. ഇനി സംസാരിക്കുള്ളത് പൊന്നു സംസാരിക്കും. എനിക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ എന്റെ റൂം ഒന്ന് മേക്ക് ഓവർ ചെയ്യുന്നില്ല. എന്താണ് അഭിപ്രായം? അതൊന്നല്ല, ഈ വേറെന്തോ പറയാൻ വേണ്ടി വന്നില്ലേ, അത് പറയാം. ഞാൻ അഭിപ്രായം അതൊക്കെ വഴിയാ പറയാം. അതല്ല, ഞാനിപ്പോ പറയാൻ വന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് തോന്നുന്നു കൊറേ നാളായിട്ടുള്ള കഴിഞ്ഞ മാസം ഇഞ്ചവരെ കല്യാണം എന്നായിരുന്നു, കഴിഞ്ഞ മാസമല്ലേ. കഴിഞ്ഞ മാസം തൊട്ടിട്ടുള്ള ഒരു കമന്റ് ആണ് എനിക്ക് വരുന്നത്. ഒരു ഷോർട്സ് ഇട്ടപ്പോ തൊട്ടിട്ടുള്ള കമന്റ് വരികയാണ്, പൊന്നൂസ് എന്തിനാണ് കുഞ്ചൂസിനെ ചേച്ചി എന്ന് വിളിക്കുന്നത്, ചേച്ചി എന്ന് വിളിക്കുന്നത്. എനിക്കതിന് കുറെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ റീസൺ എന്നുള്ളത്. പിന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണോ അല്ലെങ്കിൽ ഇനി എന്തുകൊണ്ട് അറിയാത്തതുകൊണ്ട് ചോദിക്കണമെന്നാണോ അറിയില്ല. കുറെ കമന്റ്സ്. അപ്പൊ അതേ തുടർന്ന് എനിക്കിപ്പോ എപ്പൊ ഞാൻ ചേച്ചിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും പറഞ്ഞ് വീഡിയോ ഇട്ടേ അല്ലെങ്കിൽ ചേച്ചിനെ കാണിച്ചെന്തെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ ഉണ്ടാവും അതിന്റെ താഴെ പൊന്നൂസ് ഞാൻ ചേച്ചിന്ന് വിളിക്കാൻ, ചേച്ചി മറ്റേ ആദ്യമൊന്നും പൊന്നൂസ് ചേച്ചിന്നല്ല വിളിച്ചിരുന്നത്. ഇപ്പൊ പൊന്നൂസ് ചേച്ചിന്ന് വിളിക്കാൻ എന്താ കുഞ്ചൂസിന് വന്ന പൊന്നൂസ് ചെറുപ്പം കുഞ്ചൂസ് പ്രായമുള്ളതെന്ന് കാണിക്കാൻ വേണ്ടി. അത് അവരുടെ പ്രശ്നമാണ്, നമ്മൾ ഇടപെടണ്ട. അല്ല, അങ്ങനെയൊക്കെ ഇടയ്ക്ക് കമന്റ് ചെയ്യണം. അപ്പൊ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടോ, അത് നിങ്ങൾക്കാണ് തോന്നുന്നത് നിങ്ങളുടെ പ്രശ്നമായിരിക്കും. ഞങ്ങൾ അങ്ങോട്ട് റെസ്പെക്ട് ചെയ്യുന്നതാണത്. ഇപ്പം എല്ലാവരും പറയുന്നുണ്ട്, എത്ര വലിയ മൂത്തതാണെങ്കിലും ഹസ്ബൻഡിനെ അനിയത്തിയല്ലേ, അപ്പൊ എഴുത്തിമാർ ഇങ്ങോട്ട് വിളിച്ചെങ്കിലും ചേച്ചി വിളിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ ചേച്ചി കൊടുക്കുന്ന റെസ്പെക്ട് ആണ്. ചേച്ചി കാരണം ഏട്ടനെക്കാട് 5 വയസ്സിന് മൂത്താണ്, ചേച്ചി എന്നെക്കാട് 4 വയസ്സിന് മൂത്താണ്. അപ്പൊ ഞാൻ ചേച്ചിക്ക് കൊടുക്കുന്ന റെസ്പെക്ട് ആണ് ചേച്ചിയുടെ ഏട്ടന്റെ വൈഫ് ഏട്ടന്റെ വൈഫ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് തരുന്ന റെസ്പെക്ട് ആണ് എടുത്തിമാന്ന് വിളിക്കുന്നത്.
അത് എത്ര ഞങ്ങള് ഏട്ടത്തിനും എന്താണ് ഏട്ടൻ്റെ അനിയത്തിയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് ഞങ്ങൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ് ചേച്ചി ഏടത്തിപ്പ എന്നുള്ളത്. അത് തുടക്കം മുതലേ അങ്ങനെ തന്നെയാണ്. അപ്പൊ പെട്ടെന്ന് അത് നിങ്ങൾ പറയുന്നതുകൊണ്ട് എനിക്കത് മാറ്റാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഈ 6 വർഷം ചേച്ചിനെ ഞാൻ പരിചയപ്പെട്ട അന്ന് തൊട്ടേ ഞാൻ ചേച്ചി ചേച്ചി തന്നെ തന്നെയാണ് വിളിക്കുന്നത്. അപ്പം ഇപ്പൊ ഞങ്ങൾ അഫെയറിലായിട്ടിരിക്കുമ്പോ തൊട്ടേ എനിക്ക് ചേച്ചീനെ എനിക്ക് അറിയാം. അപ്പൊ തൊട്ടേ ഞാൻ വിളിക്കുന്ന ചേച്ചിന്നാണ്. എനിക്കത് പെട്ടെന്ന് സുപ്രഭാതത്തിൽ അങ്ങനെ എനിക്ക് മാറ്റാൻ പറ്റില്ല. പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞാലും ഞാനത് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എനിക്ക് ചേച്ചീന്നല്ലാണ്ട് എനിക്ക് കുഞ്ചൂസിന് വരില്ല. എനിക്കത് വിളിക്കാൻ ഇഷ്ടമല്ല. നമ്മളങ്ങനെ നമ്മളെക്കാട്ടും മൂത്തവരത് ഇപ്പൊ 1 വയസ്സിനായാലും 2 വയസ്സ് ഞാൻ ആകെ ഞാൻ DD വിളിക്കാം. എൻ്റെ ഒരു കസിനുണ്ട്, മറ്റേ കസിന് 2 പേരുണ്ട്. അവരെ മാത്രമാണ് ഞാൻ അങ്ങനെ വിളിക്കുക. അതിന് തന്നെ എന്റെ അമ്മ ചീത്ത പറയും, 2 വയസ്സ് മൂത്താണ് എനിക്ക് എന്താ ചേച്ചിനെ വിളിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചിട്ട്. നിങ്ങൾ ആരും വെറുതെ വന്ന് കുത്തിത്തിരിപ്പും കാര്യങ്ങളും ഉണ്ടാക്കരുത്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടില് ഞാൻ അങ്ങനെ ചേച്ചി വിളിക്കുന്നതോട് ചേച്ചിക്ക് ഒരു പ്രശ്നമില്ല. ചേച്ചി എന്നെ എടുത്തിമാന്ന് വിളിക്കുന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ നിങ്ങൾ കേൾക്കുന്നവർക്ക് എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവില്ല. അതൊക്കെ എന്താ പറയുക, ചെറിയ പെണ്ണുങ്ങൾ വന്നിട്ടാണ് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. എന്താ ചേച്ചി വിളിക്കണം, അത് വിളിക്കണം, അങ്ങനെ ചെറിയ പെൺകുട്ടികൾ വന്നിട്ടാണ് അതൊക്കെ പറയുന്നത്. അതൊക്കെ മുതൽ ശീലിച്ച് പോയതാണ്. അതെങ്ങനെ പെട്ടെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ അതെങ്ങനെ മാറ്റും? പിന്നെ അങ്ങനെയല്ല, തുടക്കം തൊട്ട് എന്നുള്ളതല്ല. ഇവളെനൊക്കെ ഈ മൂത്തളേനെ ഇവള് ചേച്ചി തന്നെയാണ് വിളിക്കേണ്ടത്. പിന്നെ കുഞ്ഞോള് ഇവളേനെ ഇടത്തിയമ്മാന്ന് വിളിക്കണത് ആണല്ലേ, അങ്ങനല്ലേ. ഇതെന്തറിയോ, ഇപ്പത്തുള്ള ഏതെങ്കിലും ചെറിയ കുട്ടികൾ വന്നിട്ട് വെറുതെ കണ്ടോർന്ന് കേൾക്കുമ്പോൾ കമന്റ്സ് എഴുതി ഇടണം. മറ്റത്ര തന്നെ ഉള്ളൂ. അതിമൊന്നും പിടിച്ച് ആരും ഇതാക്കി പോണ്ട. ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ അത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറ്റുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല ഗൈസ്. എനിക്ക് ഞാൻ ചേച്ചിയിൽ എന്താ പ്രായമുള്ള ആളാക്കി കാണിക്കാൻ വേണ്ടിട്ട് അതൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തായിരുന്നു. ഞാൻ അതിന് റിപ്ലൈ കൊടുത്തില്ല. പക്ഷെ പുള്ളിക്കാരെ റിപ്ലൈ ഒന്നും ഞാൻ നോക്കിയില്ല കേട്ടോ. അങ്ങനെ ഒന്നുമല്ല. ഞാനത് എന്റെ മൂത്തൊരാളെ കയറിയിട്ട് എനിക്ക് ഡി കുഞ്ചൂസേ എനിക്ക് അങ്ങ് വിളിക്കാൻ പറ്റില്ല. എനിക്ക് ആരും എനിക്ക് പറ്റില്ല. ഞാൻ ആകെ വിളിക്കുന്ന 2 ആൾക്കാർ, 2 കസിൻസ് ആണ്. അത് അവരെ തുടക്കം ചെറുപ്പം മുതലേ ഞാൻ അവരെ അങ്ങനെ പഞ്ചു അങ്ങനെ വിളിച്ച് വന്നുകൊണ്ടാണ് അവർ അങ്ങനെ പോയത്. ചേച്ചീനെ ഞാൻ കാണുന്ന അന്നോട്ട് ചേച്ചി വന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ കയറിയിട്ട് കുഞ്ചൂസേ എനിക്കങ്ങനെ വിളിക്കാൻ പറ്റില്ല. പിന്നെ എന്തെങ്കിലും എനിക്ക് വല്ല വിഷമമൊക്കെ വരുമ്പോഴേ ഞാൻ അല്ലെങ്കിൽ ചേച്ചിനെ പിന്നെ ചേച്ചിനെ വിളിക്കണമെന്നല്ലോ കീടം എന്നാണ് ഞാൻ വിളിക്കുന്നത്. പിന്നെ ഞാൻ കീടം ഇങ്ങനെയാണ് ഞാൻ വിളിക്കാറ്. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാലേ ഞാനിങ്ങനെ വിളിക്കുന്നത് ചേച്ചിയെ ഞാൻ ഇങ്ങനെ നീട്ടി വിളിക്കും. അപ്പൊ തന്നെ ചേച്ചി വിളിക്കും എന്തോ ഉണ്ടല്ലോ. എനിക്ക് എന്തെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാൽ ചേച്ചിക്ക് മെസ്സേജ് അയക്കും ഇങ്ങനെയാണ് അത് പിന്നെ ചേച്ചിയെ ഇങ്ങനെ വിളിക്കും ഞാൻ. അല്ലെങ്കിൽ ഞാൻ കീടം ഇങ്ങനെയാണ് ഞാൻ മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ ചേച്ചി അപ്പൊ തന്നെ ചേച്ചി പറയും എനിക്ക് പോയി കച്ചനും മൂട് കൊടുക്കുന്നു അല്ല. അപ്പൊ തന്നെ ചേച്ചി പറയും എന്തോ ഉണ്ടല്ലോ എടുത്തുമ്പോ കാര്യമായിട്ട് എന്താ പറയും അങ്ങനെ പറയും. അപ്പൊ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന റെസ്പെക്ട് ആണ് ഈ ചേച്ചി എടുത്തുമ്പോന്നുള്ളത്. അതിൽ ഞങ്ങൾക്കൊരു സ്നേഹമുണ്ട്, ഞങ്ങൾക്ക് അതിലൊരു ഇഷ്ടമുണ്ട്. ആ വിളിക്കുന്നതിൽ ഞങ്ങളുടെ ഇടയിൽ ഒരു ബോണ്ട് ഉണ്ട്. അപ്പൊ അതൊന്നും നിങ്ങൾ പറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് മാറ്റാനോ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. ചേട്ടൻ ഇതിന് കൂടുതൽ പറയാനാണെങ്കിൽ വന്നിട്ട് ദാസനസ്ഥനായിട്ട് പറയും. നമ്മളൊരു ശ്രദ്ധയില്ലേ ഒരു കാണിക്കാൻ. ഞാനൊരു കുട്ടിയമ്പാട് ഒടുക്കത്തെ കളിയിലാണ്. ഓക്കെ അപ്പൊ പറഞ്ഞു തന്നത് ഇത്ര തന്നെ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആരും ഇവിടെ കിടന്ന് കുത്തി എന്താ വെച്ചാൽ കുട്ടിക്ക് ഈ കുട്ടിയിൽ പാത്തടിച്ച് ഒതുങ്ങി ഇവിടെ നിന്നാ എന്താണ് എന്താ വേണ്ട ചൂട്ടി കച്ചോട്ടി പറ. എന്താ വേണ്ട ചൂട്ടിക്ക് അടിക്കണോ എന്താ വേണ്ടേ? എന്താ വേണ്ട അച്ഛനോട് പറ. എന്താ വേണ്ട ഉള്ളത് പ്രത്യേക സ്വഭാവമാണ് കേസ്. എന്താ അച്ഛനോട് പറ. അടി വെക്കണോ? കസാര ചവിട്ടി പൊളിക്കണോ? പിന്നെന്താ വേണ്ട? ഈ കസരത്ത് പുറത്തേക്ക് ഇടണോ? പിന്നെന്താ വേണ്ട? ഈ സോഫ കത്തിക്കണോ? അതോ വേണ്ട. എന്താ വേണ്ട കുട്ടിക്ക്? അച്ഛനോട് പറഞ്ഞ ഞാൻ കാര്യം പറയട്ടെ, ഞാൻ എന്റെ റൂം മേക്ക് ഓവർ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. റൂമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ വഴി കാണിക്കാം. ഓക്കെ അതിനെ പിന്നെ കമന്റ്സ് ചെയ്യാം. അപ്പൊ ഇതിന് ടാറ്റ ഗൈസ്, ടാറ്റ ഇതിനെ പറ്റി പറയാൻ വേണ്ടി വന്നാണ്. ഓക്കെ പൈസ സമ്മതി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഉണ്ട് ഗൈസ്, റീൽ ഇട്ടുണ്ട്, പോയി കണ്ടോക്കി നോക്കി. ടാറ്റ.